ബ്ലഡ് പ്രഷർ വന്നിട്ട് തളർന്നിട്ട് പാരലൈസൈസ് പിടിക്കാന്നൊക്കെ പറയും. നമ്മുടെ ഒരു സൈഡ് തളരുന്ന പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത്തരം ആളുകൾ അലോപ്പതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഒപ്പം ആയുർവേദ ചികിത്സ കൂടി തുടരുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖം മാറി നടക്കാവുന്ന സ്ഥിതിയിലെത്തി. അപ്പോൾ സാധാരണ എല്ലാവരും ഈ അലോപ്പതി ഡോക്ടർമാരോട് ചോദിക്കും, ആയുർവേദ മരുന്നും കൂടി ഇതിനോടൊപ്പം ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഉറപ്പായിട്ടും പറയുക അത് വേണ്ട എന്നാണ് പറയുക. കാരണം അലോപ്പതി ഡോക്ടർമാർ അലോപ്പതി ചികിത്സേനെ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ആയുർവേദ ഡോക്ടർമാർ വേദവൈദ്യന്മാരും ആയുർവേദ ചികിത്സേനെ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഹോമിയോ ആണെങ്കിൽ ഹോമിയോനെ പ്രൊമോട്ട് ചെയ്യും, സിദ്ധയാണെങ്കിൽ സിദ്ധേനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പല ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുതുല്യനായ വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് ആൾ അലോപ്പതിയുടെ ഒപ്പം സൗജന്യമായി ചികിത്സ, ആയുർവേദ ഒട്ടുമിക്ക കാര്യങ്ങളും സൗജന്യമായിട്ട് ചികിത്സ തരുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു അലോപ്പതി ചികിത്സയുടെ ഒപ്പം ആയുർവേദ ചികിത്സയും നടത്തി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ ആളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലി ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ആൾ. കരാട്ടെ, കളരി, യോഗ അതിൽ ഒരു ഗുരുനാഥൻ ആണ്. അതിൽ പരമാവധി അദ്ദേഹം കായികമായ അറിവും ലഭിച്ചിട്ടായിട്ട് എന്താ പറയുക, അതിൻ്റെ തിയറി രൂപത്തിലുള്ള കാര്യങ്ങളില്ലേ, അതെന്താ പറയുക, അതിൻ്റെ അടി തൊട്ട് മുടി വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചൊരു വ്യക്തിക്കാണ് ഈ നിർഭാഗ്യം വന്നിട്ട് 2-3 കൊല്ലത്തോളം ഈ അവസ്ഥയിൽ കൂടെ കടന്നുപോയത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രഷർ ആയിട്ടൊക്കെ. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞത്, കടവത്ത് ആയുർവേദ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുണ്ടൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോണ വഴിക്ക് ആൽത്തറ സെൻറ്ററിൽ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ആൽത്തറ എന്ന് പറയുമ്പോൾ അവിടെ ആലുണ്ട്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉണ്ട്. അവിടെ ഒരു നിതിൻ കടവത്ത് എന്ന് പറഞ്ഞിട്ട് കടവത്ത് ആയുർവേദ നടത്തുന്ന ഒരു നിതിൻ ഡോക്ടറുണ്ട്. ആളെനിക്ക് പ്രിൻ്റിംഗ് പ്രസ്സിൽ നോട്ടീസൊക്കെ അടിക്കാൻ തരാറുള്ളതാണ് പരസ്യത്തിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് അധികം പരസ്യം ചെയ്യേണ്ട, അത്യാവശ്യം ആളുകൾ അവിടെ ചികിത്സ ചെയ്ത് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ ഒരു അനുഭവ കഥ പറഞ്ഞതാണ്. ആളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായ ഒരു അലോപ്പതി ഡോക്ടർ, അതായത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഡോക്ടർ, ആ ഡോക്ടർ എന്തോ ആക്സിഡൻറ്റിൻ്റെ ഭാഗത്ത് എന്തോ കാര്യമായിട്ട് തളർന്ന് കിടന്നു. അപ്പോൾ ഒരുമിച്ച് വളർന്നൊരു കൂട്ടുകാരാണ് അവർ. അപ്പോൾ അലോപ്പതി ഡോക്ടർമാർ പറഞ്ഞു, ഒരു കാരണവശാലും ഇനി ഇദ്ദേഹം എഴുന്നേറ്റ് നടക്കില്ല. അപ്പോൾ ആ ഡോക്ടറുടെ അച്ഛൻ, ഇതൊന്നും ഈ പറയുന്ന ദിതേഷ് ഡോക്ടർ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഈ MBBS ഡോക്ടറുടെ അച്ഛൻ നിതീഷ് സാറിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് സ്വന്തം ഇൻറ്റിമേറ്റ് കൂട്ടുകാരൻ തളർന്ന് കിടക്കുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ആ സാറിനെ കടവത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. ആൾ നടന്നു പോയി. അതുപോലെ നിതീഷ് ഡോക്ടർ എന്താ പറയുക, ശരത് പവാറിൻ്റെ മോനെ വരെ ചികിത്സിച്ചുള്ള ആളാണ്.
അന്ന് നിതീഷ് ഡോക്ടർ സ്വന്തം സ്ഥാപനത്തിൽ നിന്നിട്ടല്ല ചികിത്സിച്ചേക്കുന്നത്. ക്ലാസിക്കൽ ആയുർവേദം എന്ന് പറയുന്നത് പാവർട്ടിയിലെ ബ്രാഞ്ചുള്ള ലൈസ മാഡത്തിൻ്റെ എന്താണ് BMS ആൻഡ് MD ഉള്ള ലൈസ മാഡത്തിൻ്റെ സ്ഥാപനം. അത് ചിറ്റിലപ്പള്ളിയിലൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ചിറ്റിലപ്പള്ളി അവിടെ ഒരു വലിയൊരു മുസ്ലിം സ്കൂളില്ലേ, എന്താണ് അങ്ങനത്തെ എന്തോ പേരുള്ള സ്കൂളിൽ, അവിടെ നിന്നാണ്ട് കഴിഞ്ഞ റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു ടൂറിസ്റ്റ് ഹോമുണ്ട്. ആ ടൂറിസ്റ്റ് ഹോമിൽ എന്താ വൈദ്യരത്നം പറഞ്ഞിട്ടാണ് മാഡത്തിൻ്റെ മറ്റൊരു ആയുർവേദത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. അവിടെ തന്നെ ഇപ്പോൾ പറമ്പന്തള്ളി ശിവക്ഷേത്രത്തിൻ്റെ അവിടെയും ഈ പറയുന്ന ലൈസ മാഡത്തിന് 3 നിലയുള്ള അത്യാവശ്യം ബെഡും അതുപോലെ മരുന്ന് ഉണ്ടാക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ പറമ്പന്തള്ളി ശിവക്ഷേത്രത്തിൻ്റെ അവിടുന്ന് റൈറ്റ് പോയി ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് വേറെ വഴിക്കൂടിയും വരാം. ചിറ്റിലപ്പള്ളി വഴിക്ക് കോൾപ്പാടത്തിൻ്റെ ഇടയിലുള്ള റോഡിൽ കൂടിയും വരാം. അപ്പോൾ അവിടെ ഇവർ 2 പേരും കൂടിയിട്ട് ലൈസ മാഡും നിതീഷ് കടവത്ത് സാറും കൂടിയിട്ട് ശരത് പവാർ കേട്ടിട്ടില്ലേ, ബോംബെ വലിയ നേതാവ് ശരത് പവാറിൻ്റെ മകന് ചികിത്സിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ ആയുർവേദ സംബന്ധമായിട്ട് ക്ലാസിക്കൽ ആയുർവേദക്ക് ഞാൻ 8 കൊല്ലം 1 മാസം 1 ലക്ഷം കോപ്പി വീതം നോട്ടീസ് അടിച്ചു കൊടുത്തു. അങ്ങനെ 8 കൊല്ലം അടിച്ചു കൊടുക്കുന്നുണ്ട്. 8 കൊല്ലം കുറഞ്ഞ റേറ്റിൽ, അതായത് നമ്മൾ സ്ഥിരം അടിക്കുന്നവർക്ക് കുറഞ്ഞ റേറ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ആയുർവേദ സംബന്ധമായ ചികിത്സയെക്കുറിച്ചിട്ടുള്ളൊരു പ്രാഥമിക വിവരങ്ങൾ എനിക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ സൈഡ് തളർന്ന് നടക്കാൻ പറ്റാത്ത ആളുകൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഒപ്പം ആയുർവേദ ഡോക്ടർമാരിനെ ഇപ്പോഴത്തെ കാലത്ത് ആരും ആയുർവേദ വൈദ്യന്മാരുടെ അടുത്തേക്ക് അധികം പോവാറില്ല. അത് പോവാനും പാടില്ല. കാരണം അല്ലെങ്കിൽ അവർക്ക് എല്ലാവിധ രജിസ്ട്രേഷൻ നമ്പർ ഗവൺമെൻറ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റോ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ആയുർവേദത്തിൽ BMS അല്ലെങ്കിൽ MD എടുത്ത ആളുകളുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇത് ഈ രോഗിയുടെ ബന്ധുക്കൾക്ക് പോലും ഒരു അലോപ്പതി ഡോക്ടർ പറയുകയാണ് അങ്ങനത്തെ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു. രോഗികളുടെ ബന്ധുക്കൾ പോലും വേണ്ട എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ചില വ്യക്തികൾ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. അല്ലാതെ അലോപ്പതി ഡോക്ടറോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറോ സിദ്ധ ഡോക്ടറോ ഹോമിയോ ഡോക്ടറോ എന്നല്ല ഞാൻ. എനിക്കത് പറയാൻ പറ്റാവുന്ന ഒരു അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാളാണ്. അത് സക്സസ് ആവില്ല എന്നത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവും പ്രതിഫലം കിട്ടുള്ളൂ. താങ്ക്സ്. സുഖം.